ഹായ്, ഇപ്രാവശ്യം ഞങ്ങളുടെ യാത്ര മഹാരാഷ്ട്രയിലുള്ള AMK, അലങ്ക്, മദൻ, കുലങ്ക് ഈ 3 കോട്ടകളിലേക്കുള്ള മലമുകളിലെ കോട്ടകളിലേക്കുള്ള ട്രെക്കിംഗ് ആയിരുന്നു. അതിൻ്റെ നമ്മുടെ ബേസ് ക്യാമ്പായിരുന്നു മഹാരാഷ്ട്രയിലെ നാഷിക് ജില്ലയിലുള്ള അംബേവാടി. നമ്മുടെ ബേസ് ക്യാമ്പിൽ നിന്നുള്ള കാഴ്ചകളാണത്. രാവിലെ ഞങ്ങൾ ട്രെക്കിങ്ങിൻ്റെ യാത്രയിലേക്കുള്ള ഒരുക്കങ്ങളായിട്ട് ഇറങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് മദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടയിലേക്കാണ്, അതായത് മലൻ്റെ മുകളിലേക്കാണ് ആദ്യത്തെ ട്രെക്കിങ്. അതിൻ്റെ യാത്രേൻ്റെ തുടക്കമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും ദുർഘടം പിടിച്ച ബുദ്ധിമുട്ടേറിയ ഒരു ട്രെക്കിംഗ് ട്രയലാണ് ഈ AMK എന്ന് പറയുന്നത്. അതിൽ പിന്നെ യാത്രേൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ അതേപോലെ ട്രയലുകളുടെ ഒരു ദുർഘടാവസ്ഥയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ട്രക്കിനെ മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ട്രക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഒരു ട്രക്കിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഗ്രീൻ ട്രയൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. ഇതിനു മുമ്പും 3-4 ട്രക്കിങ്ങിന് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഏതാണ്ട് 20-ലധികം ആളുകളാണ് ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഏതാണ്ടൊരു 5 കിലോമീറ്ററോളം ഫോറസ്റ്റിലെത്താൻ നമുക്ക് നടക്കേണ്ടതുണ്ട്. അവിടെ നടന്നെത്തിയിട്ട് വേണം നമുക്ക് ട്രക്കിങ്ങിൻ്റെ ആരംഭത്തിലേക്ക് കയറാനുള്ളത്. നമ്മൾ ഇന്നത്തെ ട്രക്കിംഗ് പ്ലാൻ എന്ന് പറയുന്നത് നേരെ പോകുന്നത് മദൻ എന്ന് പറയുന്ന ഫോർട്രസിൻ്റെ മുകളിലേക്കാണ്, കോട്ടൻ്റെ മുകളിലേക്കാണ്. ഈ മലൻ്റെ മുകളിലാണ് മദൻ എന്ന് പറയുന്ന മലൻ്റെ മുകളിലാണ് ഈ ഒരു കോട്ട ഉള്ളത്. അവിടേക്ക് പോയിട്ട് അവിടെ നമ്മളിന്ന് അവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയതിന് ശേഷം നമ്മൾ അലങ്ക് എന്ന് പറയുന്നൊരു കോട്ടൻ്റെ മുകളിൽ, മലൻ്റെ മുകളിലുള്ള കോട്ടൻ്റെ മുകളിൽ നമ്മളിന്ന് രാത്രി സ്റ്റേ ചെയ്യും. പിറ്റേ ദിവസം നമ്മൾ കുലങ്ക് എന്നുള്ളൊരു മല കയറും. പിന്നെ AMK, അതായത് അലങ്ക്, മദൻ, കുലങ്ക് ഈ 3 മലയും കയറിയിട്ട് ഒരു ദിവസം രാത്രി അവിടെ നിന്നതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ മടങ്ങുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളെ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ അലങ്ക് സ്പോട്ടിൽ നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാനും അതേപോലെ അലങ്കിലേക്കും അതേപോലെ മദനിലേക്കും കുലങ്കിലേക്ക് കയറുമ്പോൾ നമ്മൾ കുറച്ച് ക്ലൈംബിങ്ങും അതേപോലെ റാപ്പലിങ്ങും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ള ചെറിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ഗൈഡ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഈ അംബേവാടി നമ്മളെ ബേസ് ക്യാമ്പിൽ നിന്ന് അവിടെ നിന്നുള്ള സ്വദേശികളായിട്ടുള്ള അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ഗൈഡ്സായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരോട് ഇതിലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് ഈ AMK ട്രക്കിങ്ങിന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ബാക്കി വരുന്ന കാഴ്ചകളും കഥകളും ഈ കോട്ടൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ കണ്ട് പോകാം.
അങ്ങനെ നമ്മളെ ട്രെക്കിങ് ഈ ശരിക്കും തുടങ്ങുന്നത് ഇവിടുന്നാണ്. ഇവിടുന്ന് നമ്മുടെ ഗൈഡുകൾ ഇവരെ ഒരു ദൈവത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്നാണ് പൂജ കഴിഞ്ഞ് ഇവിടുന്നാണ് യഥാർത്ഥ ട്രെക്കിങ് തുടങ്ങുന്നത്, മലകയറ്റം തുടങ്ങുന്നത്. അപ്പോൾ ഇവരെ ട്രെക്കിങ്ങിന് കാലങ്ങളായിട്ട് ഇവരെ എല്ലാ അപകടത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ദൈവം എന്നുള്ള ഇവരൊരു കൺസെപ്റ്റ് ഇവരുടെ അങ്ങനെയാണ്. ഇത് നമ്മളീ കണ്ട ഒരു ക്രോസ് ചിഹ്നം കണ്ട ഭാഗത്ത് നിന്ന് ഏതാണ്ടൊരു മലേൻ്റെ മുകളിൽ വരെ, അതായത് അലങ്ക് കുലങ്ക് എന്ന് പറയുന്ന ഈ മലകളുടെ മുകളറ്റം വരെ ഒരു തുരങ്കം ഉണ്ടായിരുന്നതും അത് പിന്നീട് ബ്രിട്ടീഷുകാരെ ആക്രമണത്തിന് കീഴിൽ കോട്ടകൾ നശിപ്പിക്കപ്പെട്ട സമയത്ത് ഇത് അടക്കപ്പെട്ടു എന്നുമാണ് ഇവർ പറയുന്ന ഒരു ചരിത്രം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കഥ. അപ്പോൾ ഇവിടെ നിന്ന് ഇവരെ ഗൈഡുകൾ ഇവർ തേങ്ങയൊക്കെ ഉടച്ചിട്ട് കുറച്ച് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് അതിൻ്റെ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടുന്ന് യാത്ര തുടരുക. അതുവരെ അവരെ ചടങ്ങ് കഴിയുന്നവരെ നമ്മളിവിടെ അവരെയും കാത്ത് നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. ഞങ്ങൾ ഇത്രയും ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കാണുന്നതാണ് അവർ പൂജാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ അയാൾ ചെയ്യുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് പാസേജ് ഇതുവഴി ഉണ്ടായിരുന്നു, പിന്നെ കാലക്രമേണ നശിച്ചു പോയെന്നാണ് അങ്ങനെ പൂജയും അതേപോലെ ട്രയലിനെ കുറിച്ചുള്ള ചെറിയൊരു കഥയൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും ഇവിടുന്ന് തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗൈഡുകൾ അതുപോലെ ഒരു പ്രത്യേക എന്താ പറയുക ഒരു കോഡുണ്ട്, പാനീദാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞ് ഒരു റൂട്ട് കോർഡിനേറ്റ് ചെയ്യുകയാണ് അവർ. അങ്ങനെ നമ്മളെ യാത്ര നമ്മൾ ട്രെക്കിംഗ് തുടരുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഈ നേരെ കാണുന്നത് ഈ മലയിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത്. അലങ്ക് അതിൻ്റെ ഇപ്പുറത്തുള്ളത് പിന്നെ മദലിലേക്കുള്ള വഴിയാണ്. അതിൻ്റെയും വലതുഭാഗത്തായിട്ടാണ് കുലങ്ക് എന്ന് പറഞ്ഞിട്ട് മലയുള്ളത്. ഏതാണ്ട് 9:30 തുടങ്ങിയ യാത്രയാണ് നമ്മളത്. ഇപ്പോൾ
സമയം ഏതാണ്ട് 10:30-11 മണിയോടെ ആയി. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമുക്കതിൻ്റെ മുകളിലെത്തണം. ഫസ്റ്റ് നമ്മളിന്ന് കയറാൻ പോകുന്നത് മദനാണ്. അതുകൊണ്ട് തന്നെ ഈ അലങ്കിൻ്റെ താഴെയുള്ളൊരു നമുക്കവിടെ കുറച്ച് നിൽക്കാനൊക്കെ സൗകര്യമുള്ളൊരു ഗുഹ പോലുള്ള സൗകര്യമുണ്ട്. അവിടെ കയറിയിട്ട് അവിടെ നമ്മുടെ ബാഗുകളും അതുപോലെ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് നമുക്ക് ആ കാണുന്ന മദനിലേക്ക് കയറാം. നമ്മൾ രാവിലെ യാത്ര പുറപ്പെട്ട സ്ഥലമാണ് കാണുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ട് നമ്മളൊരു 2-2.5 മണിക്കൂർ കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമായിട്ട് ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മളിത് മദനിലേക്ക് നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അലങ്ക് മലേൻ്റെ താഴെയുള്ള കേസിൽ നമ്മളെ ബാക്ക് പാക്കും നമ്മൾ രാത്രിയിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ മദൻ കീഴടക്കാനുള്ള യാത്രയിലാണ്. അപ്പം മദൻ ഹിൽസിലാണ് നമ്മൾ ആദ്യമായിട്ട് കയറുന്നത്. ഈ കാണുന്ന കുടിലിൻ്റെ ഇടത് ചാരിയുള്ള റോഡാണ് നാളെ നമുക്ക് കുലങ്കിലേക്ക് പോകാനുള്ള വഴി. നേരെ നമ്മളിപ്പോൾ റൈറ്റ് തിരിഞ്ഞ് മദനിലേക്കാണ്. ഈ കാണുന്ന മലയാണ് മദൻ എന്ന് പറയുന്നത്. മദനിലേക്കാണ് നമ്മൾ ഇപ്പോൾ കയറാൻ പോകുന്നത്. ഈ 3 കോട്ടകളിൽ ചരിത്രം നമുക്ക് നമ്മളെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളും കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന രേഖകൾ വെച്ച് ഇത് പഴയ കാലത്ത് യാദവവംശകാലത്ത് സ്ഥാപിച്ച കോട്ടയാണ്. കാരണം ഈ മേഖല ഭരിക്കുന്ന രാജവംശത്തിൽപ്പെട്ട ആളുകൾ ഇതിൽ കൂടെ ഒരു പ്രത്യേക ട്രേഡ് റൂട്ട് ഉണ്ടായിരുന്നു. കൊങ്കൺ ഭാഗത്തേക്കുള്ള വ്യാപാര പാത ഈ വഴിക്കായിരുന്നു. അപ്പോൾ അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മലകളുടെയൊക്കെ മുകളിൽ കോട്ട നിർമ്മിച്ച് വെച്ചിട്ട് കൊടുന്ന് താഴെ കൂടെയുള്ള യാത്രക്കാർ അതേപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ശത്രുക്കളെയൊക്കെ നിരീക്ഷിക്കാനുള്ള സംവിധാനമൊക്കെ ആയിട്ടാണ് ഈ കോട്ടകളൊക്കെ തന്നെ മുകളിൽ ഇത്ര എന്താ പറയുക ബുദ്ധിമുട്ടി റിസ്ക് എടുത്തിട്ടും. അതേപോലെ അന്നത്തെ കാലത്ത് അടിമപ്പണിയാണല്ലോ. കാരണം രാജാവ് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അടിമപ്പണിയാണല്ലോ അന്നത്തെ കാലം. അപ്പോൾ ആ രീതിയിൽ വളരെ ബുദ്ധിമുട്ടി തന്നെയായിരിക്കും ഈ കോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അന്ന് യന്ത്ര സാമഗ്രികളൊന്നുമില്ല. കൈകൊണ്ട് നല്ല കഠിനമായിട്ടുള്ള പണിയെടുത്തിട്ട് തന്നെ വേണം ഈ കല്ലുകളും പാറകളൊക്കെ ചെത്തിയിട്ടുണ്ടാക്കാൻ. അപ്പം അങ്ങനെയാണ് ഈ കോട്ടയുടെ നിർമ്മാണം അതേപോലെ അതിൻ്റെ ചരിത്രമൊക്കെ പറയണത്. പിന്നീട് ശിവജി രാജവംശത്തിൻ്റെ ഛത്രപതി ശിവജി അതേപോലെ മുഗളന്മാർ അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇവരൊക്കെ ഈ കോട്ടകൾ കൈയടക്കി. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ കോട്ട നശിപ്പിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അതിനുശേഷം വന്ന ഭരണാധികാരികൾ കുറേ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന നിർമ്മാണവും കാര്യങ്ങളുമൊക്കെ അതേപോലെ ഈ മലേൻ്റെ മുകളിൽ ഈ കോട്ടേൻ്റെയൊക്കെ ഒരു പരിപാലനവും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് യാതൊരു യന്ത്ര സഹായം ഇല്ലാതെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ഇത്രയും 3500 അടി മുകളിൽ മലേൻ്റെ മുകളിൽ 4000 അടിൻ്റെ മുകളിൽ മലയിൽ അത്ര റിസ്ക് എടുത്ത് കയറി വന്നിട്ട് ഇവിടെ ഇവരുടെ ആയുധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അന്നത്തെ കാലത്ത് ചെയ്ത ഒരു കഠിനാധ്വാനം എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെയൊക്കെ കാണുന്നതാണ്. നമ്മുടെ പൂർവികരെ അധ്വാനം അന്നത്തെ കാലത്ത് രാജഭരണത്തിൻ്റെ ഒരു ക്രൂരത അന്നത്തെ പ്രജകളൊക്കെ അത്രയ്ക്ക് അടിമപ്പണി ഇരപ്പിച്ച് കാവുകളിൽ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ച് റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ ഒരു നടപടിക്രമമുണ്ട്. അതായത് ആദ്യമായിട്ടാണ് ഞാനൊക്കെ ഒരു ട്രക്കിങ്ങിൽ റോക്ക് ക്ലൈമ്പിങ്ങും അതേപോലെ റാപ്പലിങ്ങും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ക്ലൈമ്പിംഗ് ഉണ്ട്. അതിന് നമ്മളെ ഗൈഡുകൾ തന്നെ എല്ലാം സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ടാണെന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം എല്ലാ ആൾക്കാർക്കുണ്ട്.
അങ്ങനെ നമ്മളും ആദ്യമായിട്ട് റോപ്പ് ക്ലൈമ്പിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. റോപ്പ് ക്ലൈമ്പിങ്ങിലുള്ള ഒരു പരിശീലനത്തിൻ്റെ ഒരു പരിചയത്തിന് കുറവ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് പലരും ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യണത്, ഞാനും. എന്നാലും വലിയ കുഴപ്പമില്ലാതെ. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ 1-2 പേരൊക്കെ ഈ മൗണ്ടറിയൻ കോഴ്സൊക്കെ കഴിഞ്ഞവരുണ്ട്, അഡ്വാൻസ്ഡ് കോഴ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവരൊക്കെ ഒപ്പം തന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കാതെ ഞങ്ങളെല്ലാവരും ഒരേപോലെയൊക്കെ കയറി പോന്നു. ഇനി തിരിച്ചിറങ്ങുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അറിയാം. ഏതാണ്ട് നമ്മൾ മദൻ ഹിൽസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ മദൻ ഹിൽസിന് മുകളിലെത്താൻ. നമ്മളെ ഈ ഫ്രണ്ടിൽ കാണുന്നത് അലങ്ക് ഹിൽസിൻ്റെ ഒരു സൈഡാണ്. എന്തായാലും എല്ലാവരും വലിയ കുഴപ്പമൊന്നുമില്ലാതെ മദൻ ഹിൽസിൻ്റെ മുകളിലെത്തി. ഇനി ഇവിടെ കുറച്ച് നേരം മദൻ ഹിൽസിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ താഴത്തേക്ക് പോവുക. ഏതാണ്ട് 4850 അടിയോളം ഉയരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 4875, 4800, 4900 ആ ഒരു റേഞ്ചിലാണ്, അടി ഉയരത്തിലാണ് ഈ മദൻ ഹിൽസിൻ്റെ ടോപ്പ് ഉള്ളത്. അവിടെയൊക്കെ നമുക്ക് ഇനി ഏതാനും സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിലാണ് ഈ ഒരു 4800, 5000 അടീൻ്റെ ഉയരത്തിലാണ് ഈ ഒരു മദൻ ഹിൽസിലുള്ള ഫോർട്ട് സ്ഥിതി ചെയ്യണത്. അപ്പോൾ അവിടെ ഏതാണ്ട് എത്താറായി. ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഈ മദൻ ഹിൽസിൽ നിന്ന് അലങ്ക് ഹിൽസിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന മലൻ്റെ മുകളിലാണ് നമ്മൾ നാളെ ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ അവസാനം മദൻ ഹിൽസിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മദൻ ഫോർട്ട് സ്ഥിതി ചെയ്യണ മദൻ ഹിൽസിൻ്റെ മുകൾ ഭാഗത്താണ്. ഇവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വഴി കാണുന്ന ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഈ കോട്ടൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേപോലെ വാട്ടർ സ്റ്റോറേജ് സംവിധാനങ്ങൾ, ചെറിയ കുളങ്ങൾ പോലെയുള്ള കുറേ വാട്ടർ സ്റ്റോറേജ് സംവിധാനങ്ങൾ, ഇവർ ധാന്യങ്ങളും മറ്റൊക്കെ സൂക്ഷിച്ചിരുന്ന ധാന്യപ്പുരകൾ, ഇങ്ങനെയുള്ള കുറേ നിർമ്മിതികളൊക്കെ ഇപ്പോഴും ഇതിൻ്റെ മുകളിലുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ബാക്കിയിട്ട് കിടക്കുന്നു. അപ്പോൾ ആ കാഴ്ചകളൊന്നും കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം.
അങ്ങനെ മഹാരാഷ്ട്രയിലെ തന്നെ ദുർഘടം പിടിച്ച, അതായത് ടഫസ്റ്റ് ട്രക്കിലൊന്നായിട്ടുള്ള AMKയിലെ മദൻ ഹില്ലിൻ്റെ മുകളിലുള്ള മദൻ ഫോർട്രസിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ. ഏതാണ്ട് 4875-5000 ഫീറ്റ് ഉയരത്തിലാണ് നമ്മളുള്ളത്. നമ്മളെ മുമ്പിൽ കാണുന്നതാണ് ഇനി നാളെ നമുക്ക് കയറേണ്ട കുലങ്ക് ഫോർട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് കരുതുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.